വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെറിയൊരു സ്റ്റേക്കേഷന് പോവാണ്. കുറേ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു സ്റ്റേക്കേഷന് പോണേ. ഈശോയെ, ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു, പ്ലസ് ഒരു ബേബി മൂണെന്നും കൂടി പറയാം. ആക്ച്വലി നല്ല റോഡായിരുന്നു കേട്ടോ ത്രൂ ഔട്ട്. ചേട്ടൻ അതൊക്കെ നല്ലോണം നോക്കി, അത്യാവശ്യം നല്ല റൂട്ട് തന്നെയുള്ളത് നോക്കിയിട്ട് അങ്ങനെയായിരുന്നു സ്റ്റേക്കേഷൻ പ്ലാൻ ചെയ്തിരുന്നത്. നമ്മൾ ട്രിപ്പ് പോവാണേ ആഫ്റ്റർ റിയലി ലോങ് ടൈം. എത്ര നാള് കഴിഞ്ഞിട്ടാ ചേട്ടാ നമ്മൾ പോണത്? പ്രഗ്നൻസിക്ക് ശേഷം പോയിട്ടില്ല. ഇവിടേക്ക് എന്ത് തണുപ്പായിരിക്കൂലേ? പക്ഷെ ആക്ച്വലി ഇവിടെ നല്ല ചൂടാ. ഈ റബ്ബർ ആയതുകൊണ്ട് റബ്ബറിന് ഭയങ്കര ചൂടാ. ഞാൻ നല്ല ഹാപ്പി എക്സൈറ്റഡ് ആയിരുന്നു. കാരണം ഇനി നമ്മൾ 2 പേരായിരിക്കില്ല, ഇനി 3 പേരും കൂടിയിട്ടായിരിക്കും ഇനിയുള്ള ട്രിപ്പൊക്കെ പോവുക. ഡ്രൈവ് സൂപ്പറായിരുന്നു, നോ റഷ്, നല്ല ക്വാളിറ്റി ടൈമായിരുന്നു. പോണ വഴി ഒത്തിരി കാഴ്ചകളുണ്ട്. എല്ലായിടത്തും ഇപ്പോൾ റംബൂട്ടാൻ ഇങ്ങനെ വലയിലിങ്ങനെ ഇട്ട് വെച്ചേക്കുന്ന കാഴ്ചയാണ് മെയിനായിട്ടുണ്ടായത്. പിന്നെ ഒരു ബ്രേക്ക് എടുത്തു. ഞങ്ങളിപ്പോൾ ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഏകദേശം എനിക്ക് തോന്നുന്നു 2:30 ആയിട്ടുണ്ടാവും. അതുകൊണ്ട് ചേട്ടൻ ചായയും കൂടി പറഞ്ഞു. ഞാൻ ബിരിയാണി ആയിരുന്നു ആസ് യൂഷ്വൽ. ത്രൂ ഔട്ട് പൈനാപ്പിൾ തോട്ടങ്ങൾ ഒരു മെയിൻ അട്രാക്ഷൻ ആയിരുന്നു. എല്ലാ സൃഷ്ടികളെ കാണുമുപരിയായി നിന്നെ സ്നേഹിച്ചിടും. വി വർ സോ ഗ്രേറ്റ്ഫുൾ. ദൈവത്തിനോട് നന്ദി പറയായിരുന്നു ഇങ്ങനെ നമുക്ക് ഒരു ട്രിപ്പ് ബേബി മൂൺ പോലെ പോകാൻ പറ്റിയത്. പേടിയൊക്കെ ഉണ്ടായി, എന്നാലും അങ്ങനെ നമുക്കൊരു ഓക്കെ പോലെ ഒരു ഫീല് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് മിനിറ്റ് ഓക്കെ വി ക്യാൻ എന്നുള്ളൊരു സംഭവമായിരുന്നു. സ്ഥിരമുള്ള ഓട്ടത്തിൽ നിന്ന് ഇങ്ങനെ ഒരു ബ്രേക്ക് ഒരു ദിവസത്തേക്കാണെങ്കിൽ പോലും കിട്ടുമ്പോൾ ഭയങ്കര പ്രഷ്യസ്. അങ്ങനെ അപ്പോൾ അതൊക്കെ ഹൈ റേഞ്ച് ഒക്കെ കയറാൻ തുടങ്ങി. ചേട്ടാ, ഞാൻ ഉണ്ടാക്കിയ ചായ എങ്ങനെയുണ്ട്? വാവുണ്ടാക്കിയ ചായ, വാവയുടെ ചായ തോട്ടം ഭയങ്കര ടേസ്റ്റാ. ഇന്നലെ ഞാൻ ഉണ്ടാക്കിയ ചായ എങ്ങനെയുണ്ട്? ഇന്നലെ വാവ ഉണ്ടാക്കിയത് ചായ ആയിരുന്നോ? അതെന്തായിരുന്നു? നല്ലതായിരുന്നു അത്. പക്ഷെ നല്ല സാധനമായിരുന്നു. പക്ഷെ അത് എന്തായിരുന്നു എന്നുള്ളതാ എനിക്ക് അപ്പോഴും മനസ്സിലായില്ല, ഇപ്പോഴും മനസ്സിലായിട്ടില്ല. എന്താ ടേസ്റ്റ്? എന്നാലും ചേട്ടൻ്റെ ഡെഡിക്കേഷൻ ആലോചിക്കണം. ഞാൻ എത്ര വട്ടം ഞാൻ റീമേക്ക് ചെയ്തു. ഇൻകാർണേറ്റ് ചെയ്തു അത്. പഞ്ചസാര കുറച്ചു, കടുപ്പ് കൂട്ടി, പിന്നെ വെള്ളം കുറച്ചു. വെള്ളം കൂട്ടാൻ പറ്റും, ഇത് കുറച്ചു. തിക്ക് പാലാക്കി കൊണ്ടുവന്നു. പിന്നെ ഇനി എന്താ ചെയ്യാൻ പറ്റുക? ചായക്ക് കടുപ്പ കൂട്ടാ കുറക്ക, പഞ്ചസാര കൂട്ടാ കുറയ്ക്ക, പാല് കൂട്ടാ കുറയ്ക്ക. അത് വാവ അടിച്ചു തന്നു. ഇത്രയൊക്കെയല്ലേ പറ്റുള്ളൂ എന്റെ ഭാവിക്ക്. എന്നിട്ടും അത് എന്താണെന്നുള്ളതാണ്. ചേട്ടാ, ഇതിൽ കൂടെ നമ്മൾ മുമ്പ് വന്നിട്ടുണ്ടല്ലോ അല്ലേ? I remember this പാലം. ആകെ ഓർമ്മയുണ്ട്. മൾട്ടിപ്പിൾ ടൈംസ് വന്ന ഓർമ്മയുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി മലയൊക്കെ കണ്ട, മലയിൽ നിന്ന് വെള്ളം ഒഴുകണ കണ്ട. ആ ആഷ് കളർ കാണുന്നത് ശരിക്കും വെള്ളം ഒഴുകണതാ. കാരണം ക്ലൗഡ്സ് അവിടെ ചെന്ന് ഹെവി ആവുമ്പോൾ അത് കണ്ടൻസ് ചെയ്ത് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ആയി മാറും. ഏതപ്പോ സ്ഥലം?
ഡ്രൈവ് ഒട്ടും ബോറടിച്ചില്ലായിരുന്നു. ഞങ്ങൾ സംസാരിച്ച് ഞങ്ങളുടെ വായിൽ വെള്ളം പറ്റി. അത്രയും ഞങ്ങൾ ഓരോ സില്ലി കാര്യങ്ങൾ പറയുകയും ചിരിക്കുകയും ഇതൊക്കെ തന്നെയായിരുന്നു. അതെ, ഓൺ ദ വേ നല്ലൊരു വാട്ടർഫോൾ ഉണ്ടായി. പക്ഷെ ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്തില്ല. ഞങ്ങൾ ഓൾറെഡി നല്ല ലേറ്റായിരുന്നു. പിന്നെ ഓൾറെഡി നല്ല സ്ലോയിലാണ് വണ്ടി പോണേ. എടുക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ ലൊക്കേഷൻ എത്തി. ഏകദേശം സൺസെറ്റൊക്കെ ആയിട്ടോ നമ്മൾ എത്തിക്കഴിഞ്ഞപ്പോൾ. ഡെസ്റ്റിനേഷൻ ആക്ച്വലി എനിക്ക് സർപ്രൈസ് ആയിരുന്നു. എനിക്ക് അറിയില്ലായിരുന്നു എങ്ങോട്ടാണ് പോണേന്ന്. എപ്പോഴും ചേട്ടൻ അങ്ങനെ സർപ്രൈസ് തരാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിവേ നമ്മളെത്തി. ഞാൻ ശരിക്കും ഒരു പണി ഉണ്ടായില്ല. പാസഞ്ചർ പ്രിൻസസ് പോലെയായിരുന്നു. ചേട്ടൻ ഇവിടെ എത്തിയിട്ടും പിന്നെ ബാക്കി ഓരോ എല്ലാ കറക്റ്റ് ചെയ്യലും വർക്കും ബുക്കിങ്ങും ചെക്കിങ്ങും ഒക്കെ ആയിരുന്നു. ലൊക്കേഷൻ ആക്ച്വലി ഒത്തിരി കാണാനുണ്ട്. പക്ഷേ ഈ ഒരു വീഡിയോയിൽ എനിക്ക് എന്തായാലും കൊള്ളിക്കാൻ പറ്റില്ല. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ.